നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കേഴ്സ് ഇത് മാത്രമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഹൂ കേഴ്സ്? നാളെ നിങ്ങളെ പറ്റിയും പറയാം, ആരെ പറ്റിയും ആർക്കും പറയാം. ഹൂ കേഴ്സ്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹത്തെ കുറിച്ച് ഉയർന്നു വന്ന ആരോപണം, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വലിയ ചർച്ചകൾ, അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മറുപടിയാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പറയുന്നത് ഹൂ കെയർസ് എന്നാണ്. ആവർത്തിച്ച് ആ വാക്ക് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആരാണ് ഈ വാക്ക് ഉപയോഗിക്കുക? ഡോക്ടർ പ്രേംകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതേക്കുറിച്ച് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആരാണ്, എങ്ങനെയുള്ള ആളുകളാണ് ഹൂ കെയർസ് എന്ന് നിരന്തരം പറയുന്നത്? ഇത്തരം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്നു വന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകളോട് പ്രണയ, കാമ, അക്രമ ഇടപെടൽ രീതികളെ നോക്കി ആണുങ്ങളെ വിവരിക്കുന്ന കുറെ വിശേഷണങ്ങളുണ്ട്. എവിടെ മുതലാണിത് ക്രൂരതയും അക്രമവുമാകുന്നതെന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാവും. അറിയാവുന്ന കുറേ എണ്ണം ഇവിടെ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 4 തരത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള വിശദീകരണമാണ്. അത് ഇംഗ്ലീഷിലാണ്. സ്ത്രീകളോട് പ്രണയ, കാമ, അക്രമ ഇടപെടൽ രീതികളെ നോക്കി ആണുങ്ങളെ വിവരിക്കുന്ന കുറെ വിശേഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 4 ഗ്രൂപ്പായി ഇത്തരം ആളുകളെ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പ് 4ാമത്തെ ഗ്രൂപ്പാണ്. അതിൽ ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. 4ാമത്തെ ഗ്രൂപ്പിന്റെ പ്രത്യേകതയുണ്ട്. ഈ 4ാമത്തെ ഗ്രൂപ്പിൽ പറയുന്നവർ എല്ലാവരും മാനസിക രോഗികളാണ് എന്നാണ് ഡോക്ടർ പ്രേംകുമാർ പറയുന്നത്. എന്നാൽ ഹൂ കെയർസ് എന്ന് ആവർത്തിച്ച് പറയുന്നത് ആരാണ്? അത് സൈക്കോപാത്തുകളായിരിക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതിനകത്ത് 4ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന 3ഉം മാനസിക രോഗികളാണ്. ഏതൊക്കെയാണത്? അബ്യൂസർ, പ്രെഡേറ്റർ, സൈക്കോപാത്ത്. ഈ 4ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന 3ഉം മാനസിക രോഗികളാണ്, ക്രിമിനലുകളാണ്, സോഷ്യൽ ഈവിളുകളാണ്. ഇവർ വ്യക്തികളുടെ പ്രശ്നമല്ല, സാമൂഹ്യ പ്രശ്നമാണ്. ഇത്തരക്കാർ വളരെ പൊതു സ്വീകാര്യതയുള്ള സ്ഥാനങ്ങളിൽ വരുന്നതും തുടരുന്നതും അത്യന്തം ആപൽക്കരമാണ്. സിനിമയിൽ കത്തി നിന്ന ഇത്തരത്തിലൊരുത്തനെ കുപ്പത്തൊട്ടിയിൽ തട്ടിയ നാടാണ് കേരളം. അറിഞ്ഞോ അറിയാതെയോ അവരെ എൻഡോസ് ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധതയാണ്, സ്ത്രീ വിരുദ്ധതയാണ്, മനുഷ്യ വിരുദ്ധതയാണ്. മറന്നു പോകാതിരിക്കാം എന്നാണ് പറയുന്നത് ഡോക്ടർ പ്രേംകുമാർ. ഇതിൽ അദ്ദേഹം പറയുന്ന 4ാമത്തെ ഗ്രൂപ്പ് അബ്യൂസർ. An abuser inflicts emotional, psychological and physical harm on their partner and often plays innocent or victim എന്നാണ്. 4ാമത്തെ ഗ്രൂപ്പിൽ പറയുന്ന 2ാമത്തെ കൂട്ട predator. Predator is a person who intentionally targets vulnerable women for manipulation, abuse or exploitation എന്നാണ്. അതിനുശേഷം പറയാണ് സൈക്കോപാത്ത്. ഈ സൈക്കോപാത്തുകളാണ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓഫൺ ആൻസേഴ്സ് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ഹൂ കെയർസ് എന്ന്. അത് ആരെക്കുറിച്ചാണ് അദ്ദേഹം ഡോക്ടർ പ്രേംകുമാർ പറയുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഹൂ കെയർസ് എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകൾ, ഇത്തരം പ്രണയ, കാമ, അക്രമ ഇടപെടൽ നടത്തുന്നവർ, അവർ അവസാനം അതിൽ പെട്ടപ്പോൾ, അത് വിവാദമായപ്പോൾ ഹൂ കെയർസ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് ഡോക്ടർ പ്രേംകുമാർ പറയുന്നു. അത് സൈക്കോപാത്തുകളായിരിക്കും എന്ന്. അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ സൈക്കോപാത്ത് ആണ് എന്നല്ല. അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഊഹാപോഹങ്ങളും സംശയങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ മറുപടിയും സംശയം ഇരട്ടിപ്പിക്കുന്നതാണ് എന്ന് മറ്റൊരു കാര്യം. എന്നിരുന്നാലും ഡോക്ടർ പ്രേംകുമാറിന്റെ ഭാഷയിൽ ഹൂ കെയർസ് എന്ന് ആവർത്തിച്ച് പറയുന്നത് മറ്റാരുമല്ല, സൈക്കോപാത്തുകളാണ് എന്നാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത് എഴുതുന്നത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നേരത്തെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതും ആ പോസ്റ്റിന് പിറകെ VT ബൽറാം രംഗത്ത് വന്നതും VT ബൽറാമിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഡോക്ടർ പ്രേംകുമാർ ഇട്ട പോസ്റ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി വന്നതുമാണ്. അതിനെ തുടർച്ച എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ മറുപടിയെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് ഹൂ കെയർസ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ പ്രേംകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നതുകൊണ്ടാണ് അത് ഇവിടെ ഒരു സ്റ്റോറിയായി, വാർത്തയായി അത് ഇവിടെ പരാമർശിക്കുന്നത്.